അച്ചു പതുക്കെ കണ്ണുകൾ തുറന്നു. കാഴ്ച തെളിഞ്ഞപ്പോൾ മുന്നിൽ ദേഷ്യം കൊണ്ട് കനത്തു നിൽക്കുന്ന ബദ്രിയുടെ മുഖമാണ് അവൾ ആദ്യമായി കണ്ടത്. അത് കണ്ടതും അവളുടെ ഉള്ളിൽ ഭയം അനുഭവപ്പെട്ടു. തന്റെ സകല നിയന്ത്രണവും വിട്ട് ബദ്രി കടുത്ത അമർഷത്തോടെ അച്ചുവിന്റെ അരികിലേക്ക് ആഞ്ഞെടുത്തു. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ വഴക്കു പറയാൻ തുടങ്ങിയ അവനെ കണ്ടതും അജു വേഗത്തിൽ ഇടയിൽ കയറി തടഞ്ഞു. അജു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, വേണ്ട ബദ്രി, നിർത്ത്. നീ ഇനി അവളെ കൂടുതൽ വഴക്കു പറയണ്ട. തളർന്നിരിക്കുന്ന ആളോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അജു തടസ്സമായി നിന്നതോടെ ബദ്രിക്ക് കൂടുതൽ ദേഷ്യം വന്നു. ഒന്നും മിണ്ടാതെ മുറിയുടെ വാതിൽ ശക്തമായി വലിച്ചടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ആ വാതിലടിയുന്ന ശബ്ദത്തിൽ അച്ചു ഒന്ന് ഞെട്ടിപ്പോയി. അജു വളരെ സ്നേഹത്തോടെയും കരുതലോടെയും പറഞ്ഞു, അച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ. നീ പതിയെ എഴുന്നേറ്റ് പോയി മുഖക്കൊന്ന് കഴുകി ഫ്രഷായി വാ. നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാം. അച്ചു ദയനീയമായി അടുത്തു നിൽക്കുന്ന മിയയുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ താനൊന്നും ചെയ്തിട്ടില്ല എന്ന ഭാവത്തിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ മിയ തികച്ചും അപരിചിതയെ പോലെ അവിടെ നിൽക്കുകയായിരുന്നു. തന്നോട് ചെയ്ത ആ ചതിക്ക് മിയയോട് യാതൊരു പരിഭവവും കാട്ടാതെ കടുത്ത ക്ഷീണത്തോടെയും മനസ്സിലുള്ള വേദനയോടെയും അച്ചു പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. ഹോട്ടലിൽ നിന്നിറങ്ങി തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം കാറിൽ കനത്ത മൗനം തളം കെട്ടി നിന്നു. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ബദ്രിയുടെ മുഖത്ത് ഇപ്പോഴും ദേഷ്യത്തിന്റെ കനലുകൾ പുകയുന്നുണ്ടായിരുന്നു. വണ്ടി തികച്ചും അസ്വസ്ഥമായ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പാഞ്ഞു. മുന്നിലെ സീറ്റിൽ അജുവും പിന്നിൽ തികച്ചും തളർന്ന അച്ചുവും അവളുടെ അടുത്ത് മിയയുമാണ് ഇരിക്കുന്നത്. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുന്ന അച്ചുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ തടസ്സമില്ലാതെ ഒഴുകിയിറങ്ങി. താൻ കാരണം വീണ്ടും ഒരു പ്രശ്നമുണ്ടായല്ലോ എന്ന മാനസിക വിഷമവും മിയ ചെയ്ത ചതിയും അവളുടെ ഹൃദയത്തെ പാടെ തകർത്ത് കളഞ്ഞിരുന്നു. അങ്ങനെ പുലർച്ചെയോടെ അവർ വീടിന്റെ മുന്നിലെത്തി. കാറിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഭവാനി അമ്മ ഹാളേരിയിലേക്ക് വന്നു. ഓരോരുത്തരുടെയും മുഖത്തെ ഭാവം കണ്ടതും അമ്മയ്ക്ക് എന്തോ ഒരു അസ്വാഭാവികത അനുഭവപ്പെട്ടു. ഭവാനി അമ്മ ആശങ്കയോടെ അച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, മോളെ അച്ചു, എന്താ എന്താ നിന്റെ മുഖം വിഷമിച്ചിരിക്കുന്നത് പോലെ? എന്തു പറ്റി മോളെ? അമ്മയുടെ സ്നേഹം നിറഞ്ഞ ചോദ്യം കേട്ടതും അച്ചു തല താഴ്ത്തി നിന്നു. സത്യങ്ങൾ പുറത്തു പറഞ്ഞാൽ വീണ്ടും വഴക്കുണ്ടാകുമെന്ന് ഭയന്ന് അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു, അത് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം. കാരണം അമ്മേ, നല്ല തലവേദനയുമുണ്ട്, അതാ. അച്ചു ഭവാനി അമ്മയോട് കള്ളം പറയുന്നത് കണ്ട് മിയയുടെ മുഖത്ത് വലിയ ചിരി വിരിഞ്ഞു. ബദ്രി അമ്മയെ നോക്കുക പോലും ചെയ്യാതെ ദേഷ്യത്തോടെ പടികൾ കയറി മുറിയിലേക്ക് പോയി. അജു അച്ചുവിനെ നോക്കി ആശ്വാസം എന്നോണം ഒന്ന് കണ്ണുകൾ ചിമ്മി പുഞ്ചിരിച്ച് മുകളിലെ മുറിയിലേക്ക് നടന്നു. അച്ചു പതുക്കെ വാതിൽ തുറന്ന് മുറിക്കുള്ളിലേക്ക് കയറി. ബദ്രി കട്ടിൽ കിടക്കുകയാണ്. അവനെ ഒരു കാണും തോറും അച്ചുവിന്റെ ഉള്ളിൽ സങ്കടവും ഭയവും ഇരട്ടിച്ചു കൊണ്ടിരുന്നു. തന്റെ ഭാഗം കേൾക്കാൻ പോലും കൂട്ടാക്കാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്രൂരമായി വഴക്കു പറയുന്ന ഭർത്താവിനെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. അവൾ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ബദ്രിക്ക് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി. അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്ന് ഉച്ചത്തിൽ പറഞ്ഞു, എന്താടി എന്റെ മുഖത്ത് നോക്കി നിൽക്കുന്നത്? എന്താ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ബദ്രിയുടെ അലർച്ച കേട്ടതും അച്ചുവിന്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ കവളിലൂടെ കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീഴാൻ തുടങ്ങി. ബദ്രി പുച്ഛത്തോടെ പറഞ്ഞു, നിന്നോട് എന്തു ചോദിച്ചാലും ഈ കരയാൻ മാത്രമേ അറിയുള്ളൂ. മിണ്ടാപ്പൂച്ചയെ പോലെ കണ്ണീരും ഒഴുക്കി നിൽക്കാനല്ലാതെ നിനക്ക് വാ തുറന്ന് സംസാരിക്കാനൊന്നും അറിയില്ലേ? അതോ ആളുകളുടെ മുന്നിൽ ഇതും നിന്റെ പുതിയൊരു അടവാണോ? അവന്റെ ഓരോ വാക്കും അച്ചുവിന്റെ നെഞ്ചിലേക്ക് മൂർച്ചയുള്ള അമ്പ് പോലെ കുത്തിക്കയറി. താൻ എത്ര വിശദീകരിച്ചാലും അവൻ വിശ്വസിക്കില്ലെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അവൾ ഒരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല. തൻ്റെ ഉള്ളിലെ വേദന അടക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ബാത്റൂമിൽ കയറി അസ്വസ്ഥതയുണ്ടാക്കിയ ആ ഗൗൺ മാറ്റി സാധാരണ വസ്ത്രമണിഞ്ഞ് അച്ചു പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ബദ്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്തേക്ക് പോകാൻ ഭയം തോന്നിയ അച്ചു കട്ടിലിനോട് ചേർന്നിരുന്ന സെറ്റിയിലേക്ക് പതുക്കെ ചെന്ന് കിടന്നു. ആ മുറിയിലെ ഏകാന്തത അവളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. ആ നിമിഷം അവളുടെ മനസ്സ് സ്വന്തം കുടുംബത്തിലേക്കും വീട്ടിലേക്കും എത്തി. എൻ്റെ മുഖമൊന്ന് വാടിയാൽ പോലും സഹിക്കാൻ കഴിയാത്ത എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുഞ്ഞനിയത്തിമാരും ഇന്ന് എൻ്റെ നെഞ്ച് തകർന്ന് ഇത്രയും വലിയ വേദന തിന്നുമ്പോഴും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, എനിക്കൊന്ന് ആശ്വാസം നൽകാൻ ഇവിടെ ആരുമില്ലല്ലോ. സ്വന്തം അമ്മയുടെ ആ ചൂടും ചേർത്ത് പിടിക്കലും അനുഭവിക്കാൻ അവളുടെ ഹൃദയം ഒരുപാട് കൊതിച്ചു. ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് അവൾ വിങ്ങിപ്പൊട്ടി. തൻ്റെ തലയണ കണ്ണീരിൽ കുതിരുമ്പോഴും ഈ വീട്ടിൽ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നറിയില്ലെങ്കിലും തൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് എല്ലാം സഹിക്കുകയല്ലാതെ നിവർത്തിയില്ലെന്ന് വിചാരിച്ചു. പാർട്ടിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി തിരികെ ലണ്ടനിലേക്ക് പോകണമല്ലോ എന്നോർത്ത് മിയ വലിയ ടെൻഷനിലാണ്. എങ്ങനെയെങ്കിലും ബദ്രിയെ തൻ്റെ കൂടെ ലണ്ടനിലേക്ക് കൊണ്ടുപോകണം. അച്ചുവിൽ നിന്നും അവനെ പാടെ അകറ്റണം. പക്ഷെ അതിനായി എന്താണ് ചെയ്യേണ്ടത്? അവനെ എങ്ങനെ കൂടെ കൊണ്ടുപോകും? ഇതൊക്കെ ഓർത്ത് അവളുടെ ഉറക്കം തന്നെ നഷ്ടമായിരുന്നു. തലേന്നത്തെ അമിതമായ തളർച്ച കാരണം അച്ചു എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു.
കട്ടിലേക്ക് നോക്കിയപ്പോൾ ബദ്രി അപ്പോഴേക്കും എഴുന്നേറ്റ് പോയിരിക്കുന്നു. അവൾക്ക് നല്ല ക്ഷീണമുണ്ടാകുമെന്ന് കരുതി വീട്ടിലാരും അവളെ ഉണർത്താനും വന്നില്ല. അവൾ പതുക്കെ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് ഇറങ്ങിപ്പോയി. അവിടെ അടുക്കളയിൽ ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഓമന. അച്ചു താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും ഓമന സ്നേഹത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആഹാ, മോൾ എഴുന്നേറ്റോ? ക്ഷീണമൊക്കെ മാറിയോ മോളെ? മോൾക്ക് ചായ വേണോ? അച്ചു തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. വേണ്ട ഓമനേച്ചി. അമ്മയുടെ അമ്മ അപ്പുറത്തേക്കൊന്ന് പോയതാ മോളെ. മോൾ അവിടെ ഇരിക്ക്, ഞാൻ നല്ല കടുപ്പത്തിൽ ഒരു ചായ ഇട്ട് തരാം. അത് കുടിച്ചു കഴിഞ്ഞാൽ മോൾക്ക് ഉഷാറാകും. ഓമനേച്ചിയുടെ ആ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അച്ചുവിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആശ്വാസം തോന്നി. അച്ചു ഓമന കൊടുത്ത ചൂട് ചായയും കുടിച്ച് സങ്കടത്തോടെ അടുക്കളയിൽ ഇരിക്കുമ്പോഴാണ് ഭവാനി അമ്മ അങ്ങോട്ട് വന്നത്. അച്ചുവിനെ കണ്ടതും അമ്മ സ്നേഹത്തോടെ അവളുടെ അരികിലേക്ക് വന്നു. ആ, മോളെ എഴുന്നേറ്റോ? നല്ല ക്ഷീണം കാണൂ എന്ന് വിചാരിച്ച മോളെ ഞാൻ ഉണർത്താതിരുന്നത്. അച്ചു അമ്മയെ ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഭവാനി അമ്മ അവളുടെ അരികിലിരുന്ന് സ്നേഹത്തോടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ മോളെ, ഇന്നലെ ഞാനും വേണും കൂടി നിന്റെ വീട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇന്നല്ലേ അമ്മയ്ക്ക് കീമോ ചെയ്യേണ്ട ദിവസം. അതിനായി ആശുപത്രിയിൽ പോകാനും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുട്ടി അവരുടെ കാര്യം ഓർത്ത് ഇനി ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട കേട്ടോ. അമ്മ വീണ്ടും തുടർന്നു. പിന്നൊരു കാര്യം കൂടി മോളെ, അമ്മൂനെ അനുവിനെ ഹോസ്റ്റലിൽ ഒന്നും നിർത്തണ്ട എന്ന് ഞാൻ പറഞ്ഞു. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അവർ അവിടെ നിന്ന് അച്ഛനും അമ്മയും ഓരോന്ന് ആലോചിച്ച് അസുഖം കൂട്ടും. അവരുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. തൻ്റെ കുടുംബത്തെയും തന്നോടൊപ്പം ചേർത്ത് പിടിച്ച് അവർക്കും തണലേകുന്ന ഭവാനി അമ്മയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ വലയത്തിൽ താൻ അടിമപ്പെട്ടു പോയി എന്നോർത്ത് അച്ചു തൻ്റെ ഉള്ളിലെ വിഷമം ഒളിപ്പിച്ചു വെച്ചു. അവരുടെ മനസ്സ് താൻ കാരണം മുറിവേൽക്കാൻ പാടില്ല എന്ന ചിന്തയിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവളുടെ നിയന്ത്രണം വിട്ട് മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഭവാനി അമ്മ വേഗത്തിൽ അവളുടെ മാറോട് ചേർത്ത് പിടിച്ച് തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. ഭവാനി അമ്മ അച്ചുവിനെ മാറോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വേണു അങ്ങോട്ട് വന്നത്. അവരുടെ ആ നിൽപ്പ് കണ്ടതും വേണു ചിരിയോടെ ചോദിച്ചു, ആഹാ, എന്തപ്പം അമ്മയും മരുമകളും കൂടി ഇവിടെ ഒരു കെട്ടിപ്പിടുത്തം? ഒന്നുമില്ല വേണു, ഇന്നലെ നമ്മൾ പോയ കാര്യം പറഞ്ഞതാ. അതിൻ്റെ സന്തോഷവും സങ്കട അവൾക്കിപ്പോൾ. വേണു അച്ചുവിനോട് സ്നേഹത്തോടെ പറഞ്ഞു. ഒരു സങ്കടവും വേണ്ട മോളെ, നീ ഞങ്ങളുടെ കുട്ടിയാ. അപ്പോൾ നിന്റെ വീട്ടുകാരെയും നോക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. നീ സന്തോഷമായിരുന്നാൽ മാത്രം മതി കേട്ടോ. വേണുവിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അച്ചുവിൻ്റെ മനസ്സ് ഒന്നുകൂടി ശാന്തമായി. ഭവാനി അമ്മ ചെറിയൊരു സംശയത്തോടെ ചെറിയ പുഞ്ചിരിയോടെ ചോദിച്ചു, അല്ല വേണു, നീ എന്താ ഈ നേരത്ത് ഇപ്പോൾ ഇങ്ങോട്ട്? വേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരെയും അങ്ങോട്ടൊന്ന് ക്ഷണിക്കാൻ വന്നതാ ഭവാനി. ഷീനമോൾ തിരികെ പോകാൻ സമയമായി. അതിനു മുന്നേ എല്ലാവരെയും ഒന്ന് വീട്ടിലേക്ക് വിളിക്കാം എന്ന് വിചാരിച്ചു. നീ കുറേ ആയില്ലേ ഭവാനി അങ്ങോട്ട് വന്നിട്ട്? വേണു ഭവാനി അമ്മയോടും അച്ചുവിനോടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അജുവും ബദ്രിയും അങ്ങോട്ട് വന്നത്. അവരെ കണ്ടതും വേണു സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്നു. ആ മക്കളെ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കാൻ വന്നതാ. ഷീനമോൾ നാളെ തിരികെ പോവുകയല്ലേ, അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും തറവാട്ടിൽ ഒന്ന് കൂടാം. വേണുവിൻ്റെ ആ ക്ഷണം കേട്ട് ബദ്രി കൂടുതലൊന്നും പറയാതെ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അവൻ്റെ മനസ്സിലെ അസ്വസ്ഥതകൾ ഇപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. അജു സന്തോഷത്തോടെ പറഞ്ഞു, തീർച്ചയായും വേണമെങ്കിൽ ഞങ്ങൾ വരും. നാളെ ഞങ്ങളും തിരിച്ചു പോകാൻ നിൽക്കുകയാ. ആണോ? അപ്പോൾ ഇന്ന് തന്നെ വെച്ചത് വളരെ നന്നായി അല്ലേ ഭവാനി? ഭവാനി അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. ആ അതെ വേണു, എല്ലാവരും കൂടി ഒരുമിച്ച് കാണുമ്പോൾ അതൊരു സന്തോഷമല്ലേ. എല്ലാവരും തറവാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഒപ്പം വരുന്ന മിയയുടെ മനസ്സിൽ ബദ്രിയെ ലണ്ടനിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ അവനോട് സംസാരിച്ചു തുടങ്ങണം എന്ന പ്ലാനായിരുന്നു. ബദ്രി മുകളിലേക്ക് കയറി ചെന്നപ്പോൾ മിയ പതിയെ അവൻ്റെ അരികിലേക്ക് ചെന്നു. അവൻ്റെ മനസ്സറിയാനായി അവൾ തന്ത്രപൂർവ്വം സംസാരിച്ചു തുടങ്ങി. ബദ്രി, ഞങ്ങൾ നാളെ മടങ്ങുകയാ. ആ, അജു പറഞ്ഞു എന്നോട്. ബദ്രി, നീ ഇനി തനിച്ചിരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടരുത്. സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ, അവൾ സ്നേഹം നടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മിയ, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. അത് കേട്ടതും അവൾക്ക് സന്തോഷമായെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവനോട് വീണ്ടും തുടർന്നു. അതെങ്ങനെ? കുറച്ച് ദിവസം കൂടി നീ ഇവിടെ നിൽക്കണം. അമ്മ അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവനൊന്ന് ആലോചിച്ചു കൊണ്ട് പറഞ്ഞു. ഏയ് ഇല്ല മിയ, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. എനിക്കിനി ഇവിടെ നിന്നാൽ എൻ്റെ സമ്മതല തെറ്റും. അത് കേട്ടതും മിയയുടെ ഉള്ളിൽ അതിരില്ലാത്ത സന്തോഷം ഇരച്ചു കയറി. തൻ്റെ കുതന്ത്രങ്ങളുടെ ഫലം കാണുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. മിയ ആശ്വാസത്തോടെ പറഞ്ഞു. ആ, നിന്റെ ഇഷ്ടം ബദ്രി. നിനക്ക് എവിടെയാണ് ഹാപ്പി ആകാൻ പറ്റുന്നത് അവിടെ നിൽക്ക്. ഒന്നാലോചിക്കുമ്പോൾ നീയും ഞങ്ങളെ കൂടെ വരുന്നത് തന്നെയാ ഏറ്റവും നല്ലത്. ഇവിടെ നിന്നാൽ ആ കുട്ടിയോട് നിനക്ക് വെറുപ്പ് കൂടുകയേ ഉള്ളൂ.
അവൾ തിരിഞ്ഞു നിന്ന് പുച്ഛത്തോടെ പറഞ്ഞു. അതെ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ബദ്രി വേഗം അവിടെ നിന്നും അസ്വസ്ഥതയോടെ മുറിയിലേക്ക് പോയി. താൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ അതേപടി നടക്കാൻ പോകുന്നതിൻ്റെ ആവേശത്തിലും സന്തോഷത്തിലും മിയ പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി.